ഹലോ ഗേസ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബ്രംബോയുടെ സിൻഡേഡ് ബ്രേക്ക് പാഡിനെ പറ്റിയാണ്. ഇത് മാർക്കറ്റിൽ 1700 വരെ ഉണ്ട്. ഇത് എൻ്റെ NS200 യൂസ് ചെയ്യാനായിട്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെറ്റൽസ് വെച്ചുണ്ടാക്കിയാണ് പാഡ്സ് ആണ്. അപ്പോൾ ഈട് കൂടുതലായിരിക്കും. മറ്റേ ഓർഗാനിക് പാഡ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് നല്ല ഈട് കിട്ടും. പിന്നെ ബ്രേക്ക് ബൈറ്റ് നല്ലതായിരിക്കും. അത് മാത്രമല്ല ഡിസ്കിന് നല്ല തേയ്മാനം ഉണ്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ. നിലവിൽ 3 തരം ബ്രേക്ക് പാഡ്സാണ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഒന്ന് ഓർഗാനിക്, പിന്നെ സെറാമിക്, പിന്നെ സിൻഡേഡ് ടൈപ്പാണ്. അതിൽ ഓർഗാനിക് നാച്ചുറൽ മെറ്റീരിയൽസ് ഒക്കെ വെച്ചുണ്ടാക്കണ റബ്ബർ, ഗ്ലാസ്, കോട്ടൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചുണ്ടാക്കണതാണ് ഓർഗാനിക് ബ്രേക്ക് പാഡ്സ്. അതിന് പൊതുവെ വില കുറവായിരിക്കും. സെറാമിക് ബ്രേക്ക് പാഡ്സ് പിന്നെ ഈ ക്ലേ ഒക്കെ വെച്ചുള്ള സംഭവം വെച്ചുണ്ടാക്കുന്നതാണ് സെറാമിക് ബ്രേക്ക് പാഡ്സ്. അത് അത്യാവശ്യം വിലയുണ്ട്. മറ്റേ വെച്ച് നോക്കുമ്പോൾ, ഓർഗാനിക് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വിലയുണ്ട്. ബ്രേക്ക് ബൈറ്റ് ഓർഗാനിക്കിനേലും നല്ലതായിരിക്കും. അതുപോലെ അതിലും ലൈഫ് ഉണ്ടാവും സെറാമിക്കിന്. ഇത് 3 ബെറ്റർ സിൻഡേഡ് ടൈപ്പാണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് ബ്രംബോടെയാണ്. അത് 1700 രൂപ വിലയുണ്ട്. ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇനി നമുക്ക് എൻ്റെ NS ഫിറ്റ് ചെയ്യണത് കാണാം. ബ്രേക്ക് പാഡ്സ് ഒക്കെ നമുക്ക് തന്നെ വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന പരിപാടിയുള്ളൂ. ചേഞ്ച് ചെയ്യാൻ അത്യാവശ്യം കുറച്ച് ടൂൾസൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട പണികളെല്ലാം വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതുള്ളൂ. ബ്രേക്ക് പാഡൊക്കെ മാറ്റാനായിട്ട് നമ്മൾ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ ടാക്സും ലേബർ ചാർജും എല്ലാം കൂട്ടി നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നല്ലൊരു പൈസ വാങ്ങിയെടുക്കും. പിന്നെ തമിഴ് ഭേദം ലോക്കൽ ഷോപ്പിൽ കൊടുക്കലാണ്. ഇത് മാറ്റാനായിട്ട് അത്ര വലിയ പണിയൊന്നുമില്ല. ഇത് ഇളക്കി ഊരെടുക്കണം. ഇച്ചിരി ചടങ്ങാണ്. ഊരി കഴിഞ്ഞിട്ട് ഈ ക്ലിപ്പ് രണ്ടും ഈ ലോക്ക് രണ്ടും നമ്മൾ റിലീസ് ചെയ്യണം. 2 സൈഡും ഉണ്ടാവും ആ ലോക്ക്. ഇത് ആ ലോക്ക് നെറ്റ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് റിലീസ് ചെയ്യണം. അതിനെ അടിച്ചടിച്ച് പിന്നെ ഈ പ്ലെയർ വെച്ച് ഇതിൽ കൂടെ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങോട്ട് പോരും. നിലവിൽ എന്തായാലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബ്രേക്ക് പാഡ് മിക്കാവിയുടെ 130 രൂപ 200 രൂപ എന്തോ വിലയുള്ള സാധനമാണ്. എന്താ ഇതിൻ്റെ അവസ്ഥ? ഏകദേശം എല്ലാം പോയി. നമുക്ക് പുതിയത് ഇൻസ്റ്റാൾ ചെയ്യണം. ബ്രംബോ. അങ്ങനെ നമ്മൾ 2 ബ്രേക്ക് പാഡും അതിൻ്റെ അകത്ത് കയറ്റി വെച്ച് ഇനി ആ 2 ലോക്കും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് പാഡ് ഇടുന്ന പരിപാടി ഏകദേശം തീർന്നു. അങ്ങനെ നമ്മൾ 2 സിൻഡേഡ് ബ്രേക്ക് പാഡ്സും അതിൻ്റെ അകത്ത് കയറി ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഫിക്സ് ചെയ്യുക ഇത്. ഇനി ബ്രേക്ക് ലിവർ 3-4 പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് വരണം. എന്നാലത് കറക്റ്റായിട്ട് ബ്രേക്ക് പാഡ്
ഡിസ്കായിട്ട് സീറ്റിംഗ് ആവുള്ളൂ. ഇപ്പോൾ കണ്ട ഇപ്പോൾ ലൂസാണ്. 3-4 പ്രാവശ്യം ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ ടൈറ്റായി. ഇനി ബാക്കിയുള്ളത് ഓടിച്ച് നോക്കാം. ബ്രേക്ക് ബൈറ്റ് വെറുതെ കിടിലൻ സാധനം ഉണ്ടോ. മറ്റേ ബ്രേക്ക് പാഡ് വെച്ച് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ലിവറിന് നമ്മൾ ടച്ച് ചെയ്യുമ്പോഴത്തോളം വണ്ടി നല്ല ബ്രേക്കിംഗ് കിട്ടണതാണ് നമുക്ക്. ഇതുകൊണ്ട് ഇപ്പം നല്ല കോൺഫിഡൻസ് ആയി. ഇപ്പോൾ എവിടെ വെച്ചാണെങ്കിലും നന്നായിട്ട് ബ്രേക്ക് കിട്ടും. പിന്നെ തേയ്മാനം ഉണ്ടാവും. ഡിസ്ക് 3-4 പ്രാവശ്യം ബ്രേക്ക് പിടിച്ചപ്പോഴത്തോളം ഡിസ്കിലൊക്കെ വരച്ചിൽ വന്ന്. ഡിസ്ക് തേയും, അത് കുഴപ്പമില്ല, നമുക്ക് ബ്രേക്കാണ് മെയിൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.